ഹായ് ഹലോ. അപ്പം ഞാനിന്ന് ഓൺ വോയിസ് ആണ്. മറ്റേത് ഞാൻ എപ്പോഴും റെക്കോർഡ് ചെയ്തിട്ടാണല്ലോ വീഡിയോ ഇടുന്നത്. അപ്പം ഇന്ന് ഇപ്രാവശ്യം നമ്മൾ ഓൺ വോയിസ് ആണ് ചെയ്യുന്നത്. എൻ്റെ അമ്മ ചായ ആയിട്ട് വന്നിരിക്കുന്നു ഗൈസ്. നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു. ചായക്ക് നമ്മൾ മധുരം ഇടാറില്ല, ഷുഗർ കട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ അപ്പുറത്തെ വീട്ടിൽ മാങ്ങ വെച്ചിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ ഞാൻ പോത്തില്ല ഗൈസ്, കാരണം മഴ. ഞാനിപ്പോൾ സെൽഫി ക്യാമറ കേട്ടോ എടുക്കുന്നത്. സെൽഫി ക്യാമറ എടുക്കുമ്പോൾ എങ്ങനെ ആവുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഈ ഓൺ വോയിസ് വരുമ്പോൾ കറക്റ്റായിട്ട് വരുമെന്ന് എനിക്കറിയത്തില്ല. അതാ എൻ്റെ മാതാശ്രീ ഇരുന്ന് ചായ കുടിക്കുന്നു. അപ്പം എന്തുവാ, നമ്മൾ ഷുഗർ കഴിക്കത്തില്ല. ആക്ച്വലി ഷുഗർ കഴിക്കാതെ ഇരിക്കലല്ല, ബാക്കിയുള്ള ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസിന്റെ എല്ലാം ഷുഗർ നമ്മൾ കഴിക്കും കേട്ടോ. ഇത് ആക്ച്വലി ക്യാമറയിലോട്ടാണ് നോക്കേണ്ടത്, എന്നെ നോക്കിയാണ് സംസാരിക്കേണ്ടത്, എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഷുഗർ കട്ട് ചെയ്യുന്നത്. പിന്നെ വൈകിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കും. ഒരു പണിയില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറേ നേരം പുറത്തോട്ട് വായി നോക്കിയിരിക്കും. പുറത്താരെങ്കിലൊക്കെ പോകുന്നെങ്കിൽ അവരോട് കൊച്ചോർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. മിക്ക ദിവസങ്ങളിലും ഞാനും അമ്മയും ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് വരും കേട്ടോ, റോഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടി ഇങ്ങനെ ഇരിക്കും. വൈകിട്ട് പണി കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കും, എന്നിട്ട് കൊച്ചോർത്താനം പറയും. അങ്ങനെ പിന്നെ ആരെങ്കിലും ഒക്കെ റോഡിൽ പോകുന്നവരൊക്കെ കാണും, പിന്നെ അവരോട് വർത്താനം പറയും. പിന്നെ മിറ്റം തൂക്കും കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് അമ്മ തൂക്കേണ്ടതാണ്, കാരണം എനിക്ക് പനിയുടെ ചെറിയൊരു ഇതുകൊണ്ട്. അപ്പം ഞാൻ തൂത്ത് കഴിഞ്ഞാൽ പനി കിട്ടും. അങ്ങനെ ഈ ഡ്രസ്സ് കൊള്ളാമല്ലേ. ഇത് ആക്ച്വലി ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. 2 എണ്ണം പോകുമ്പോൾ ഇനി ഒന്ന് ഒരു 380 സംതിങ് ആയിട്ടുള്ളൂ. പക്ഷേ മെറ്റീരിയൽ ഭയങ്കര ചൂടാണ് കേട്ടോ. മറ്റേ നമ്മുടെ ഷിഫോൺ പോലത്തെ ഒരുമാതിരി മെറ്റീരിയലാണ്. പിന്നെ ഏകദേശം ഒരു മഞ്ഞ കളർ, ഇതിൻ്റെ ഒരു ഗ്രീനും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കോംബോ ആയിട്ട് കിട്ടിയതാട്ടോ. പക്ഷേ കൊള്ളാം, സംഭവം കൊള്ളാം. പിന്നെ എനിക്കൊന്ന് ചൂട് സമയത്ത് നമുക്ക് കുറച്ചും കൂടി ചൂട് എടുക്കും. പക്ഷേ തണുപ്പ് സമയത്ത് കിട്ടില്ല കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പം ഇച്ചിരി കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ട് പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിനകത്ത് കണ്ട് ഇങ്ങനെ ബൊമ്മയാണ് തോന്നുന്നത്. ഇതും പിന്നെ മല പോലത്തെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയുള്ള സാധനങ്ങളാണ്. കൊള്ളാം. പക്ഷേ ഞാൻ എടുത്തത് എക്സൽ സൈസ് ആട്ടോ. എക്സൽ ആണ് ഞാൻ വാങ്ങിച്ചത്. എതിരത് പറഞ്ഞ് ചേർത്ത് പറഞ്ഞേ ഉള്ളൂ. കണ്ടപ്പോൾ ഒരു ഭംഗി, ഒരു മഞ്ഞക്ലീനെ പോലെ ഇരിക്കുന്നു. എൻ്റെ അമ്മ ഇവിടെ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പണിപ്പുരയിലേക്ക് പോകുന്നു. ഞാൻ ബൈ പറഞ്ഞു പോയതല്ലേ, എന്നിട്ട് ഞാൻ വീണ്ടും എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൂക്കണമെങ്കിൽ നമുക്ക് അതിന് ചൂലെടുക്കണം. അതാണ്ട് ഗായ്സ് മഴ വരുന്നുണ്ട്. ഗായ്സ് മഴ ആണ് എൻ്റെ അച്ഛൻ സെറ്റപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ചൂല് തൂക്കിയിടുന്ന സൂത്രം. ഇത് പണ്ടുള്ള ഇതിൽ തൂക്കിയിടുന്നാന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് അടിപൊളിയാണ്. പിന്നെ നമ്മളെ വാരുന്ന സാധനം കേട്ടോ. എൻ്റെ അമ്മ വിളക്ക് കണ്ടി തേക്കുന്നു ഗായ്സ്. എന്നും തേക്കും കേട്ടോ. എന്നും തേച്ചതാ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ. അതാ ഇത്ര നിറം. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കത്തില്ലെന്ന് വിചാരിച്ചാൽ പിന്നെ എനിക്ക് തൂക്കാത്തോണ്ട് ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ അത് ഇത്രയും കഴിയിലുണ്ട്, അങ്ങൊക്കെ കിടപ്പുള്ളൂ കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തൂക്കാന്ന് വിചാരിച്ച് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ നിൽക്കുന്നു. ഇത്രയും ഏരിയ തൂത്ത് ഗൈസ്, ബാക്കി തൂത്തില്ല. തൂക്കാൻ സമയമായപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. മഴയല്ല, ഇതിൻ്റെ പേര് മിന്നലടിച്ചു. മിന്നൽ എനിക്ക് പൊതുവെ പേടിയുള്ള കൂട്ടത്തില്ല. അപ്പോൾ തന്നെ ഞാൻ ഇത് തൂപ്പ് അവിടെ നിർത്തിയിട്ട് ഞാൻ അകത്ത് കയറി പോകാൻ പോകുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം, കാരണം ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. അയ്യോ ഞാൻ വിയർത്ത് കുളിച്ച്, അയ്യോ ഫുൾ. ഞാൻ വീട്ടിൽ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടല്ല നിൽക്കുന്നത് കേട്ടോ. വീട്ടിലെൻ്റെ കോലം ഭയങ്കര പരിതാപകരമായിട്ടുള്ള കോലം. എൻ്റെ അമ്മ എപ്പോഴും പറയും വൃത്തിയായിട്ട് വീട്ടിൽ നിൽക്കണമെന്ന്. ഞാനിപ്പോൾ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയിട്ട് വന്നാണ് ഒരു നെയ്ബറിൻ്റെ വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടല്ലാത്തപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല ഗൈസ്. പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ഞാൻ പോകുന്നു ഗൈസ്. ഇനി വിളക്ക് അമ്മ ഒരുക്കി കത്തിക്കുക. അമ്മനെല്ലാം ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അമ്മയ്ക്ക് അമ്മ ചെയ്താലേ തൃപ്തിയാകത്തുള്ളൂ. അപ്പം ബൈ. അപ്പോൾ നാളെ പകലാൻ ബൈ.